ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതിന് പിന്നിൽ വൻ മലയാളി നെക്സസ്. ബാങ്കോക്കിൽ കഞ്ചാവ് നിയമവിധേയമായതിന്റെ മറവിലാണ് ഇവരുടെ പ്രവർത്തനം. കേരളത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ 50 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. 24 എക്സ്ക്ലൂസീവ്. ഇടുക്കി ഗോൾഡും MDMA-യും സ്റ്റാമ്പും LSD-യുമെല്ലാം അടക്കി വാഴുന്നിടത്തേക്കാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ്. കൊച്ചി കേന്ദ്രീകരിച്ച വലിയൊരു മാഫിയ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ബാങ്കോക്കിൽ നിന്നാണ് കഞ്ചാവ് എത്തിക്കുന്നത്. പ്രത്യേകം സജ്ജമാക്കിയ താപനിലയിൽ ഏക്കർ കണക്കിന് പൊളിത്തീൻ ഹൌസുകളിലാണ് തായ്ലൻഡിൽ ഹൈബ്രിഡ് കഞ്ചാവ് കൃഷി ചെയ്യുന്നത്. പിന്നീട് വിവിധ വസ്തുക്കളായി തായ്ലൻഡിലെ വീട് ഷോപ്പുകളിലേക്ക് എത്തും. കഞ്ചാവിന്റെ മിഠായി മുതൽ ഐസ്ക്രീം വരെ ആ പട്ടികയിലുണ്ട്. (2022) മുതൽ തായ്ലൻഡിൽ കഞ്ചാവ് നിയമവിധേയമാണ്. ഇത് മുതലെടുത്താണ് ചിലർ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതെന്ന് ബാങ്കോക്ക് മലയാളിയും ടൂറിസ്റ്റ് ഓപ്പറേറ്ററുമായ അജോയ് 24-നോട് പറഞ്ഞു. എൻ്റെ റീസൺ ഇതാണ്, അവിടെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് പർപ്പസ് അവിടെ ലീഗലേ പറ്റുള്ളൂ. പക്ഷേ ഈ വരുന്നത് അവരുടെ ലീഗലി അല്ല. അവർ ഏതെങ്കിലും ഒരു ഏജന്റിനെ സമീപിച്ച് അവിടെ നിന്ന് ഇതെടുത്ത് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. 1000-ഓളം മലയാളികൾ ബാങ്കോക്കിലുണ്ട്. കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്ന കേസുകളിൽ ബാങ്കോക്കിന്റെ പേര് കൂട്ടിക്കെട്ടുന്നതിൽ നിരാശരാണ് അവിടുത്തെ മലയാളികൾ. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു കൺസേൺ ആണ്, ഒരു പേരുദോഷമാണ്. അത് ഇടയ്ക്ക് ഇവിടുന്ന് കടത്തുന്ന ആൾക്കാരെ ബാങ്കോക്ക് എയർപോർട്ട് വിളിച്ചും പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പിടിക്കുമ്പോഴും അറിയപ്പെടുന്നത് ഇന്ത്യനെ പിടിച്ചു. അപ്പോൾ നമ്മുടെ നാടിനും ഒരു പേരുദോഷമാണ്. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ എന്നുള്ള ഒരു പേരിന് തന്നെ ഒരു ഇതാണ്. ഇത്ര കഞ്ചാവുമായിട്ട് ബാങ്കോക്ക് എയർപോർട്ടിൽ വെച്ച് പിടികൂടുന്നു എന്ന് പറയുന്നത് അതും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 3.5 മണിക്കൂറിൽ ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലെത്താം. അതുകൊണ്ട് തന്നെ ബാങ്കോക്ക് ടു കൊച്ചിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന്റെ പുതിയ ഇടനാഴി. സ്ത്രീകളെയും യുവാക്കളെയും കരിയർമാരാക്കി മാറ്റിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് നടത്തുന്നത്. ആലപ്പുഴയിൽ എക്സൈസ് പിടിയിലായ തസ്ലീമയും തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. 1 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വിമാനത്താവളത്തിൽ പിടികൂടുമ്പോൾ 5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പുറത്തേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം. കൃത്യമായി ഇത് സപ്ലൈ ചെയ്യാനും അതോടൊപ്പം വാങ്ങാനുമെല്ലാം ആളുകളുണ്ട്. ഇവരെ കണ്ടെത്തി സപ്ലൈയും ഉപഭോഗവും കട്ട് ചെയ്യുക മാത്രമാണ് ഇത് തടയാനുള്ള ഏക വഴി. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.